മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ മധ്യസ്ഥയായിരിക്കട്ടെ. അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങളാണ്. ഗലീലയിൽ ഈശോ പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമായി യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്ന അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവാണ് ഏക പ്രശ്ന പരിഹാരകൻ. യേശുവാണ് ഏക പ്രശ്ന പരിഹാരകൻ. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടത് യേശുവിൽ നിന്നാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവനിൽ നിന്ന് ഉത്തരവും ലഭിക്കും. യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നവർക്ക് അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്യുന്നു. യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ പ്രശ്നങ്ങളുടെ പരിഹാരകനായി സമീപിക്കണമെങ്കിൽ നമുക്ക് ആഴമേറിയ വിശ്വാസ ചൈതന്യമുണ്ടായിരിക്കണം. വിശ്വാസം എന്നതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി അതിനെക്കുറിച്ചുള്ളൊരു ഡെഫിനീഷൻ, ഒരു പ്രസ്താവന ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഹെബ്രായക്കാർക്കുള്ള ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം മുഴുവനായും തിരുവചനത്തിലൂടെ എങ്ങനെയാണ് ആഴമേറിയ വിശ്വാസ ചൈതന്യത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. അബ്രാഹത്തിൻ്റെ വിശ്വാസം, ഇസഹാക്കിൻ്റെ വിശ്വാസം, മോശയുടെ വിശ്വാസം, പിതാക്കന്മാരുടെ വിശ്വാസ ചൈതന്യത്തെക്കുറിച്ച് ആഴമായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും. സങ്കീർത്തന പുസ്തകം 31-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ.
ഇവിടെ ഇതാ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് കർത്താവിൻ്റെ സമീപത്ത് ചെന്ന് ധൈര്യം ചോർന്നു പോകാതെ വിശ്വാസത്തിൻ്റെ വലിയ പ്രഘോഷകനായി തീർന്ന ഇതാ ഒരു വിജാതീയ മകൻ, ഒരു രാജസേവകൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അത്ഭുതവും പരിശോധിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ചൈതന്യം എങ്ങനെയാണ് ഒരു വ്യക്തി, യേശുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തി വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്ന് വ്യക്തമായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ രാജസേവകൻ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പടികളിലൂടെ ഇദ്ദേഹം കടന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസത്തിൻ്റെ പടികളിലൂടെ യേശുവിലേക്ക് കടന്നെത്തി എന്ന് നമുക്ക് ബോധ്യപ്പെടുവാൻ ഇടയാകും. വിശ്വാസത്തിൻ്റെ ആദ്യത്തെ തലം എന്ന് പറയുന്നത് ഒരു ആരംഭ വിശ്വാസമാണ്. എന്താണ് ഈ ആരംഭ വിശ്വാസം എന്ന് പറയുന്നത്? ഈ രാജസേവകൻ യേശുവിനെ കുറിച്ച് കേട്ടറിഞ്ഞ്, ഒരു കേട്ടറിവ് മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ഈ കേട്ടറിവ് വെച്ച് അവൻ യേശുവിനെ കാണുവാനായിട്ട് യാത്ര തിരിക്കുന്നു. കൂടെയുള്ള പടയാളികളോ സുഹൃത്തുക്കളോ മറ്റ് യഹൂദരോ പറഞ്ഞിട്ടായിരിക്കണം ഇദ്ദേഹം യേശുവിനെ കാണുവാനായിട്ട് യാത്ര തിരിക്കുന്നത്. ഇതൊരു ആരംഭ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഒരു കേട്ടറിവ്. സക്കേവൂസിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ, യേശു ഈ വഴിയിലൂടെയാണ് കടന്നു വരുന്നത് എന്നറിഞ്ഞ് അവൻ മുൻപേ ഓടുന്നു, സിക്കമൂർ മരത്തിൽ കയറിയിരിക്കുന്നു. ഇവിടെ ഇതാ യേശുവിനെ കേട്ടറിഞ്ഞ് യേശുവിൻ്റെ പക്കലേക്ക് ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന രാജസേവകൻ. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതൊക്കെ അവഗണിച്ച് കളയാമായിരുന്നു. ഇദ്ദേഹം സൈന്യദളങ്ങളുടെ ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കേൾക്കാതിരിക്കാമായിരുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് പോകേണ്ട യാതൊരു കാര്യവും ഇദ്ദേഹത്തിനില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം യേശുവിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുള്ളവൻ ഇവനാണ് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഈ വ്യക്തി കടന്നു വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു ആരംഭ വിശ്വാസം, യേശുവിനെ കുറിച്ച് കേട്ടറിഞ്ഞുള്ള ഒരു വിശ്വാസ ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം യേശുവിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലുന്നത്. രാജസേവകൻ്റെ ഈ സാഹചര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതല്ലേ? മരണാസന്നനായി കിടക്കുന്ന തൻ്റെ മകൻ എങ്ങനെയാണ് ഒരു പിതാവിന് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന സ്വന്തം മകനെ അവിടെ വീട്ടിലാക്കിക്കൊണ്ട് യേശുവിനെ അന്വേഷിച്ച് പുറപ്പെടുവാനായിട്ട് സാധിക്കുക? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ മക്കൾക്ക് രോഗം വരുമ്പോൾ, അവർ വേദന സഹിക്കുമ്പോൾ, മരണത്തോട് മല്ലടിച്ചു കഴിയുമ്പോൾ അവരുടെ കൂടെ ആയിരിക്കാനായിട്ടാണ് നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുക. എന്നാൽ ഇതാ വിശ്വാസം കൈമുതലാക്കിയുള്ള ഈ മനുഷ്യൻ യേശുവിൻ്റെ പക്കലേക്ക് യാത്ര തിരിക്കുന്നതായി നമ്മൾ കാണുന്നു. ഇതാ അവൻ യേശുവിൻ്റെ പക്കലെത്തുന്ന ആ മനുഷ്യൻ ചെയ്യുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇതാണ് വിശ്വാസത്തിൻ്റെ അടുത്ത പടി എന്ന് പറയുന്നത്. വിശ്വാസം എന്നത് കുറച്ച് നാളത്തേക്കല്ല, കുറച്ച് ദിവസത്തേക്കല്ല, കുറച്ച് വർഷങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് നിരന്തരമായ വിശ്വാസമാണ്. യേശുവിൻ്റെ പക്കൽ കടന്നു ചെന്ന് ഈ രാജസേവകൻ ഇങ്ങനെയാണ് കേണപേക്ഷിക്കുന്നത്: എൻ്റെ മകൻ്റെ ആസന്ന മരണനായി കിടക്കുന്ന തൻ്റെ മകനെ വന്ന് സുഖപ്പെടുത്തണമേ എന്ന്
യേശുവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ അപേക്ഷയ്ക്ക് മറുപടിയായി ഈശോ പറയുന്നുണ്ട്, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ലല്ലോ. എന്നിട്ടും ഇദ്ദേഹത്തിന് പിന്തിരിയാമായിരുന്നു. പക്ഷേ ഇദ്ദേഹം അവിടെ നിർത്തുന്നില്ല. നിരന്തരമായ വിശ്വാസത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഈ രാജസേവകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അദ്ദേഹം വീണ്ടും കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. അദ്ദേഹം നിർത്തുന്നില്ല. നിരന്തരമായ വിശ്വാസത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമുക്ക് ഈ രാജസേവകനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കുക. ഏത് അടയാളത്തിന് മുൻപും ഈശോ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നീ ഇത് വിശ്വസിക്കുന്നുവോ? നീ ഇത് വിശ്വസിക്കുന്നുവോ? ഇവിടെ സ്വന്തം മകനെ കൊണ്ടുവന്നിട്ടില്ല. ആ സാഹചര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നിരന്തര വിശ്വാസം ഇതാ യേശുവിനെ നിർബന്ധിക്കുന്നത് പോലെ, ഒരു അടയാളം ചെയ്യാൻ, അത്ഭുതം ചെയ്യാൻ നിർബന്ധിക്കുന്നത് പോലെയുള്ളൊരു സാഹചര്യം അവിടെ സംജാതമാവുകയാണ്. ഇതാ ഈശോ പറയുന്ന വാക്ക് കേൾക്കുന്ന ഈ രാജസേവകൻ, അതാണ് വിശ്വാസത്തിൻ്റെ അടുത്ത തലം എന്ന് പറയുന്നത്. അനുസരണയുള്ള വിശ്വാസം. ഈശോ പറഞ്ഞത് ഇപ്രകാരം മാത്രമേ ഉള്ളൂ, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പൊയ്ക്കൊള്ളുക മകനെ, നിന്റെ മകൻ ജീവിക്കും. വീണ്ടും വീണ്ടും കേണപേക്ഷിച്ച് എൻ്റെ മകൻ മരിക്കും മുമ്പേ ഒന്നെങ്കിലും അവിടേക്ക് വരണമേ എന്ന് കേണപേക്ഷിക്കുന്ന രാജസേവകൻ, ഒരു പിതാവിൻ്റെ ദുഃഖം, വേദന, സങ്കടം കണ്ട് കർത്താവിന് മനസ്സലിവുണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോ അവിടേക്ക് ചെല്ലാമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ശക്തമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മൾ അവിടെ കാണുന്നു. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ഇത് വെറുതെ ഒഴിവാക്കാൻ വേണ്ടി ഈശോ പറയുന്നതല്ല. ആ വ്യക്തിയെ, കരഞ്ഞപേക്ഷിച്ച് നിൽക്കുന്ന വ്യക്തിയെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഈശോ പറയുന്നതല്ല. മറിച്ച് ആ മകൻ്റെ പ്രശ്നത്തിന് പരിഹാരകനായി ഈശോ പ്രവർത്തിക്കുന്ന വചനത്തിൻ്റെ അത്ഭുതമാണത്. ഇതാ അനുസരണയുള്ള വിശ്വാസത്തിലേക്ക് ഈ രാജസേവകൻ കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈശോ പറഞ്ഞത് കേട്ട് മുഴുവൻ അദ്ദേഹം വിശ്വസിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും അദ്ദേഹം വിശ്വസിച്ചിരിക്കുക? യേശുവിൻ്റെ കരുണയുള്ള മനോഭാവത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. യേശുവിൻ്റെ സ്നേഹത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. യേശുവിൻ്റെ പരിഗണിക്കുന്ന ഒരു രോഗിയെ കണ്ടാൽ, ഒരു വേദനിക്കുന്നവനെ കണ്ടാൽ അവനോട് അലിവ് തോന്നുന്ന യേശുവിൻ്റെ മനസ്സിൽ അവൻ വിശ്വസിച്ചു എന്നുള്ളതാണ്. യേശുവിൻ്റെ വാക്ക് കേട്ട്, അത് അനുസരണയുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. അനുസരണയുള്ള വിശ്വാസം. ഈശോയെ കാണുവാൻ വേണ്ടി ഇതാ ഏകദേശം ഗലീലയിലേക്ക് ഈ മകൻ കടന്നു വരുമ്പോൾ, കഫർനാമിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെയുള്ള സ്ഥലത്തേക്കാണ് യേശുവിനെ കാണുവാൻ വേണ്ടി ഇദ്ദേഹം വരുന്നത്. ഇനിയും സ്വന്തം മകൻ്റെ അടുത്തേക്ക് തിരിച്ച് ചെല്ലണമെങ്കിൽ 20 മൈൽ അന്നത്തെ സാഹചര്യങ്ങളിൽ വീണ്ടും യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വചനം അഗ്നിയായി, വചനം അടയാളമായി, വചനം അത്ഭുതമായി നിറഞ്ഞു നിന്നപ്പോൾ വീണ്ടും തൻ്റെ ഭവനത്തിലേക്ക് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവിനെ അനുസരിച്ചുകൊണ്ട് യാത്രയാകുന്ന രാജസേവകനെ നമ്മൾ കണ്ടുമുട്ടുന്നു. വീണ്ടും ഇതാ വിശ്വാസത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ഈ രാജസേവകൻ പ്രവേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഉറപ്പിച്ച വിശ്വാസം.
വെറുതെ വിശ്വസിക്കുക മാത്രമല്ല, ആ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഈ രാജസേവകൻ കടന്നു ചെല്ലുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാ വീണ്ടും രാജസേവകൻ തൻ്റെ മകനെ സന്ദർശിക്കുവാൻ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുന്നതിൻ്റെ പാതി വഴി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ തങ്ങളുടെ യജമാനനെയും അന്വേഷിച്ചുകൊണ്ട് കടന്നു വരുന്നത് കാണുന്നു. വഴിയിൽ വെച്ച് അവിടെ വെച്ച് നമ്മൾ അറിയുന്നൊരു കാര്യമുണ്ട്. ഭൃത്യന്മാർ വന്ന് പറയുന്നു, മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. മരണാസന്നനായി കിടന്നിരുന്ന മകനാണ്. ഏതുതരം രോഗമാണ് ബാധിച്ചിരിക്കുന്നതെന്നൊന്നും ഈ സുവിശേഷ ഭാഗത്ത് സൂചനയില്ല. പക്ഷേ അവൻ മരണാസന്നനായി സീരിയസ് ആയി കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാജസേവകൻ്റെ മകൻ എന്നുള്ള വ്യക്തമായ സൂചനയുണ്ട്. ഭൃത്യന്മാർ വന്ന് സന്തോഷത്തോടെ പറഞ്ഞു കാണണം, യജമാനനെ, അങ്ങ് യേശുവിനെ കാണുവാൻ പോയപ്പോൾ അങ്ങയുടെ മകൻ വലിയ രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് കഴിയുകയായിരുന്നല്ലോ. ഇപ്പോഴതാ അവൻ ജീവിക്കുന്നു. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്കത് വിശ്വസിക്കാനേ ആകുന്നില്ല. ഈ സന്തോഷ വാർത്ത അങ്ങയെ വേഗം അറിയിക്കുവാനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വഴിയിൽ വെച്ച് ആ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ് രാജസേവകൻ ചെയ്യുന്നത്. താൻ കേട്ട യേശുവിൻ്റെ വചനത്തെ അനുസരണയോടെ വിശ്വസിച്ചത് ഇതാ ഈ രാജസേവകൻ പൂർണ്ണമായിട്ടും ഉറപ്പിക്കുകയാണ്. ഉറപ്പിച്ച വിശ്വാസത്തിൻ്റെ പ്രതിനിധിയായി ആ വഴിയരികിൽ ഈ രാജസേവകനെ നമുക്ക് ദർശിക്കാവുന്നതാണ്. യേശു പറഞ്ഞ വാക്ക് കേട്ട് മാത്രം യേശുവിൻ്റെ പക്കൽ നിന്ന് യാത്രയാകുന്ന വ്യക്തി, ദൂരങ്ങളുടെ മേൽ അധികാരമുള്ള വ്യക്തിയാണ് ഈശോ. അതുകൊണ്ടാണല്ലോ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ദൂരദേശങ്ങളിലായിരിക്കും, വിദേശ രാജ്യങ്ങളിലായിരിക്കാം, ഗൾഫ് നാടുകളിലോ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലോ യൂറോപ്പിലോ ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചില വ്യക്തികൾ പ്രാർത്ഥനാ സഹായവുമായി കടന്നു വരിക. അവരോട് പ്രാർത്ഥനാവേളയിൽ പറയുവാനായിട്ട് പലതവണ സാധിച്ചിട്ടുണ്ട്, ഈ വ്യക്തി സൗഖ്യം പ്രാപിക്കും, ഈ വ്യക്തി മരണകരമായ കാരണങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കുമെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി പറഞ്ഞയച്ച പല അനുഭവങ്ങളുമുണ്ട്. സന്തോഷത്തോടുകൂടെ ഓരോ വെള്ളിയാഴ്ചകളിലും ജെറൂസലേം വചനകൂടാരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ അതിനുദാഹരണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഉറപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് ഒരു പടി കൂടെ ഈ രാജസേവകൻ കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 53-ാം തിരുവചനം. 53-ാം തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറഞ്ഞ ആ സമയത്ത് തന്നെയാണ് ദൂരങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച ഈ രാജസേവകൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ചത്. അതുറപ്പിച്ചതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 53-ാം തിരുവചനത്തിൽ തുടർന്ന് പറയുന്നു: അവനും അവൻ്റെ കുടുംബം മുഴുവനും യേശുവിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഒരു ആരംഭ വിശ്വാസത്തിൽ നിന്ന് പടിപടിയായി വിശ്വാസത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് അവൻ മാത്രമല്ല, അവൻ്റെ കുടുംബം മുഴുവൻ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക്, ആഴമേറിയ വിശ്വാസ ചൈതന്യത്തിലേക്ക് കടന്നു വന്നതായി തിരുവചനം അടിവരയിട്ട് പ്രസ്താവിക്കുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഒരു തീർത്ഥയാത്രയിലായിരുന്നു ഈ രാജസേവകൻ ഉണ്ടായിരുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു ചൈതന്യത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഈ രാജസേവകൻ എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ തലങ്ങൾ ഓരോന്നായി ചവിട്ടിക്കയറുമ്പോഴും അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ മാത്രമായിരിക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരുണ്ടാകാം, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരും ബന്ധുജനങ്ങളും ജോലിക്കാരുമായിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടാകാം. അവരെല്ലാവരും ഈശോയിൽ വിശ്വസിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് 39-ാം സങ്കീർത്തനം 7-ാം തിരുവചനം ഇപ്രകാരം പറയുന്നത്: കർത്താവേ, കർത്താവേ, ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ. കർത്താവേ, ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? എൻ്റെ പ്രത്യാശ മുഴുവൻ അങ്ങയിലാണല്ലോ. യേശുവിൽ മുഴുവൻ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് കടന്നു ചെന്ന മകൻ വിശ്വാസത്തിൻ്റെ തലത്തിലൂടെ കടന്നു നീങ്ങുന്നത് നമ്മൾ തിരിച്ചറിയുന്നു. വീണ്ടും 71-ാം സങ്കീർത്തനം 5-ാം തിരുവചനം അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. യേശുവിൽ മാത്രം വിശ്വാസമർപ്പിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ രാജസേവകൻ വീണ്ടും 146-ാം സങ്കീർത്തനം 5-ാം തിരുവചനം നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്: യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, യേശുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമെന്ന് ഈ വിജാതീയനായ രാജസേവകൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം വിശ്വാസത്തിൻ്റെ തലങ്ങളിലൂടെ ആരംഭ വിശ്വാസത്തിൽ നിന്ന് നിരന്തരമായ ഒരു വിശ്വാസത്തിലേക്ക്, അനുസരണയുള്ള വിശ്വാസത്തിലേക്ക്, ഉറപ്പിച്ച വിശ്വാസത്തിലേക്ക്, അതോടൊപ്പം ഒരു സാക്ഷ്യ വിശ്വാസത്തിലേക്ക് ഇതാ ഈ രാജസേവകനും അവൻ്റെ കുടുംബം മുഴുവൻ നടന്നെടുക്കുന്നതും നമ്മൾ തിരിച്ചറിയുന്നു. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഈ വിശ്വാസത്തിൻ്റെ പ്രഘോഷകനും പ്രവാചകനും പ്രചാരകനുമായി ഈ രാജസേവകൻ മാറുന്നതായി യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം, ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ആഴമേറിയ വിശ്വാസ ചൈതന്യത്താൽ എന്നെയും വളർത്തണമേ, എന്നെയും ഉണർത്തണമേ. എൻ്റെ വിശ്വാസത്തെ ഞാൻ എന്നും കത്തിജ്വലിപ്പിക്കട്ടെ. ആഴമേറിയ വിശ്വാസ ചൈതന്യത്തിലേക്ക് നടന്നെടുക്കുവാൻ, ജീവിക്കുവാൻ എന്നെയും ശക്തനാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.